വർഷങ്ങൾ നീണ്ട ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് സിറിയ സ്വതന്ത്രമായെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിറിയൻ വിമതസേന. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും വിമതസേനയുടെ പതാകകൾ നിറഞ്ഞിരിക്കുകയാണ്. ഇതോടെ വിമതർ ഉയർത്തിയ പതാക സിറിയയുടെ ഔദ്യോഗിക പതാകയായി മാറുമോ എന്ന ചോദ്യങ്ങളും ഉയരുകയാണ്. നിലവിലെ സിറിയൻ പതാക അറബ് ഐക്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ 1980 മുതൽ ഉപയോഗിച്ചുവരുന്ന പതാകയാണ് സിറിയയുടെ ഔദ്യോഗിക പതാകയായി ഇപ്പോഴും അറിയപ്പെടുന്നത്. പതാകയിലെ ചുവപ്പ് നിറം സിറിയയുടെ സ്വാതന്ത്ര്യത്തിനായി നടന്ന രക്തച്ചൊരിച്ചിലിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സമാധാനപരമായ ഭാവിയെന്നാണ് പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത്. പതാകയുടെ മധ്യഭാഗത്തെ പച്ച നക്ഷത്രങ്ങൾ സിറിയയെയും ഈജിപ്തിനെയും പ്രതിനിധീകരിക്കുന്നു. യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക്കിന്റെ സ്ഥാപക രാജ്യങ്ങളാണ് ഇവ. പതാകയിലെ കറുപ്പ് നിറം അറബ് വംശജർ അനുഭവിച്ച അടിച്ചമർത്തലുകളെയാണ് സൂചിപ്പിക്കുന്നത്. 1958 ഈ പതാക ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത്. യൂറോപ്യൻ ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായ ശേഷം ഈജിപ്തിനോടൊപ്പം ചേർന്ന് യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് രൂപീകരിക്കാൻ തീരുമാനിച്ച സമയത്താണ് സിറിയ ഈ പതാക രാജ്യത്തിന്റെ ഔദ്യോഗിക പതാകയായി സ്വീകരിച്ചത്. പിന്നീട് 1961 1980 ഇടയിൽ 3 തവണ സിറിയ തങ്ങളുടെ പതാകയിൽ മാറ്റം വരുത്തുകയും ചെയ്തു. നിലവിൽ ബാഷർ അൽ അസദിന്റെ പതനത്തോടെ രാജ്യത്തിന്റെ ഔദ്യോഗിക പതാകയിലും മാറ്റങ്ങളുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിറിയൻ വിമതരുടെ പതാക പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിച്ചുവെന്ന പ്രഖ്യാപനത്തിനു പിന്നാലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പച്ച, വെള്ള, കറുപ്പ്, ചുവപ്പ് നിറത്തോടുകൂടിയ പതാകകൾ ഉയരുകയാണ്. കൂടാതെ ജർമ്മനി, തുർക്കി, ഗ്രീസ് എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് ജനങ്ങൾ സിറിയൻ പ്രതിപക്ഷത്തിന്റെ പതാകകൾ വീശിക്കൊണ്ട് ആഘോഷത്തിന് തിരികൊളുത്തിക്കഴിഞ്ഞു. വിമതരുടെ പതാകയും സ്വാതന്ത്ര്യവും നിലവിലെ സിറിയൻ പതാകയുമായി സാദൃശ്യമുള്ള പതാകയാണ് വിമതരുടേത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുകളിൽ പച്ചനിറവും മധ്യഭാഗത്ത് വെള്ളനിറവും അടിയിൽ കറുപ്പ് നിറവും അടങ്ങിയ പതാകയുടെ മധ്യത്തിൽ ചുവപ്പ് നിറത്തിലുള്ള 3 നക്ഷത്രങ്ങളുണ്ട്. 1932 ഫ്രാൻസിൽ നിന്ന് സിറിയ സ്വാതന്ത്ര്യം നേടിയപ്പോൾ ആദ്യമായി ഉപയോഗിച്ച സ്വതന്ത്ര പതാകയുടെ പരിഷ്കരിച്ച പതിപ്പാണ് വിമതരുടെ ഈ പതാകയെന്നാണ് കരുതുന്നത്. ബാഷർ അൽ അസദ് സർക്കാരിൽ നിന്നുള്ള മോചനത്തിന്റെ പ്രതീകമായി ഈ പതാക ഉപയോഗിക്കാമെന്ന നിലപാടിലാണ് സിറിയയിലെ പ്രതിപക്ഷം. അതേസമയം ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനു പിന്നാലെ രാജ്യം വിട്ട ബാഷർ അൽ അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് ബാഷർ അൽ അസദിന് അഭയം നൽകിയതെന്ന് റഷ്യൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് പുതിയൊരു തുടക്കത്തിലെ ആരംഭമാണെന്നും ഇരുണ്ട യുഗത്തിലെ അന്ത്യമാണെന്നും സിറിയയിലെ വിമതസേനയായ ഹയാത്ത് തഹ്രീർ ഷാമിന്റെ നേതാവ് ടെലഗ്രാമിലൂടെ പ്രഖ്യാപിച്ചു. അസദ് ഭരണത്തിന്റെ കീഴിൽ മാറ്റിപ്പാർപ്പിക്കപ്പെട്ടവർക്കും ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്കും ഇനി സിറിയയിലേക്ക് വരാമെന്നും എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന പുതിയൊരു സിറിയ ആയിരിക്കുമെന്നും വിമതസേനയുടെ പോസ്റ്റിൽ പറഞ്ഞു. അതേസമയം അധികാരം കൈമാറാൻ തയ്യാറാണെന്നും ജനങ്ങൾ തെരഞ്ഞെടുത്ത ഏത് നേതൃത്വത്തിന്റെയും കൂടെ സഹകരിക്കാൻ തയ്യാറാണെന്നും സിറിയൻ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജലാലി പറഞ്ഞു.